നമ്മൾ ഏറ്റവും കൂടുതലായി അറിഞ്ഞിരിക്കേണ്ടുന്ന അവശ്യം അറിഞ്ഞിരിക്കേണ്ട നമുക്ക് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇത് മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം കാണിക്കണം. കാരണം ഇന്ന് നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് പക്ഷാഘാതം അഥവാ നമ്മളെല്ലാവരും പറയുന്ന സ്ട്രോക്ക് എന്ന് പറയുന്നത്. പ്രായഭേദമന്യേ എല്ലാവർക്കും ഇന്ന് സംഭവിക്കുന്നതാണ്. എന്നാൽ നമ്മുടെ ശരീരം മുൻകൂട്ടി ചില ലക്ഷണങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. നമുക്കത് അറിയില്ല. ഇത് ഈ രോഗത്തിൻ്റെ ലക്ഷണമാണ് എന്നറിയാത്തത് കൊണ്ട് തന്നെ രോഗി ഗുരുതരാവസ്ഥയിലേക്ക് കടക്കുന്നു. 3 മണിക്കൂറിനുള്ളിൽ രോഗിക്ക് ചികിത്സ നൽകിയാൽ സ്ട്രോക്കിൻ്റെ അനന്തരഫലങ്ങൾ പൂർണ്ണമായും മാറ്റാൻ കഴിയുമെന്നാണ് ന്യൂറോ സർജൻ പറയുന്നത്. ഇത് തിരിച്ചറിയാൻ ചില മാർഗങ്ങളുണ്ട്. ഇതിൽ ഒന്ന് സ്മൈൽ ആണ്, ചിരിക്കാൻ പറയുക. രോഗിയോട് ചിരിക്കാൻ ആവശ്യപ്പെടുക. ചിരിക്കുന്ന സമയത്ത് മുഖത്തിൻ്റെ അല്ലെങ്കിൽ ചുണ്ടിൻ്റെ ഒരു ഭാഗം കീഴ്പോട്ട് തൂങ്ങി നിൽക്കുന്നതായിട്ട് കാണാം. നമ്മൾ പറയാറുണ്ട് ചുണ്ട് കോടുക എന്ന്. മറ്റൊന്ന് ടോക്ക് ചെയ്യാൻ പറയുക, സംസാരിക്കാൻ പറയുക. അതായത് ചെറിയ ചെറിയ വാക്കുകൾ എന്തെങ്കിലും, രാവിലെ ഞാൻ കാപ്പി കുടിച്ചു എന്നാവാം. പക്ഷേ അത് സംസാരിക്കുന്ന സമയത്ത് ചെറിയ കുഴച്ചിൽ നമുക്ക് അനുഭവപ്പെടും. മറ്റൊന്ന് റേസ് ഹാൻഡ്സ്, 2 കൈകളും മുകളിലേക്ക് ഉയർത്താൻ പറയുക. ഒരു കൈ പെട്ടെന്ന് താഴേക്ക് വീഴും. അതിന് ബലക്കുറവ് പോലെ കുഴഞ്ഞ് ഒരു കൈ താഴേക്ക് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് നാവ് പുറത്തേക്കിടുവാൻ രോഗിയോട് പറയുക. അപ്പോൾ ഒന്നുകിൽ ആ നാവ് പുറത്തേക്കിടുമ്പോൾ വളഞ്ഞിരിക്കും, അതല്ലെന്നെങ്കിൽ വശത്തേക്ക് ചരിയുന്നതായിരിക്കും. ഈ 4 ലക്ഷണങ്ങളും ശരിയായിട്ട് കാണിക്കുന്നില്ല എങ്കിൽ, അതായത് ഈ 4 ലക്ഷണങ്ങളും ശരിയായ രീതിയിലല്ല വരുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് അറിയിക്കുക. ഒരു ആംബുലൻസിൻ്റെ ആവശ്യമെങ്കിൽ അത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുക. ഇത് പൂർണ്ണമായും സ്ട്രോക്കിൻ്റെ ലക്ഷണമാണ്. ഞാനും എൻ്റെ ജീവിതത്തിൽ ഇത്തരം ഒരു സമാന്തരമായ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. ഈ ലക്ഷണങ്ങളൊന്നും തന്നെ എനിക്ക് അറിയുമായിരുന്നില്ല. ഇതെനിക്ക് കിട്ടിയ ഈ അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ കാരണം ആരുടെയെങ്കിലും ഒരാളുടെയെങ്കിലും ജീവൻ നമുക്ക് രക്ഷിക്കാനാവുമെങ്കിൽ അത് സാധിക്കട്ടെ. പാതി ജീവനോടെ ഒരാൾക്കും കിടക്കുന്നത് കാണാൻ ഇടയാവാതിരിക്കട്ടെ. നമസ്കാരം.